എൻ്റെ പേര് ഐഷ. എൻ്റെ പൂച്ചകൾ ഞാൻ യൂട്യൂബിലൊക്കെ എൻ്റെ പൂച്ചകളുടെ ഇട്ടിട്ടുള്ളതാണ്. 20 പൂച്ചകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഈ വ്യാഴാഴ്ച നമ്മുടെ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു തട്ടുകട ഉണ്ട്, മീൻ തട്ടുകട. അവിടുന്ന് ചെറിയ കുഞ്ഞമ്മത്തി, ഇവർ വൈപ്പിൽ നിന്ന് നേരിട്ട് പിടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞമ്മത്തി എന്നൊക്കെ പറയണത്. ഞാനതൊരു കിലോ കുഞ്ഞമ്മത്തി മേടിച്ച് എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് ഞാൻ കൊടുത്തു. അവിടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഛർദി. പൂച്ച കുട്ടികൾ ഛർദിയും എല്ലാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, 3 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസം 3 ഇഞ്ചക്ഷൻ വെച്ച് ഞരമ്പിന് വെച്ച് ചെയ്തു. ഡോക്ടർ പറഞ്ഞു അത് മീനിലിട്ട് വരുന്ന ഇതാണ്, അത് പൂച്ചകളെ കഴിച്ച പൂച്ചകൾ ചാവും. മീനിൽ അവർ മീൻ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു പൊടിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 3 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ 3 പൂച്ചക്കുട്ടികൾ, 4 എണ്ണം ഇപ്പോൾ പൂച്ചക്കുട്ടി ചത്തുപോയി. ഇപ്പോൾ ഇതാ ബാക്കി 16 എണ്ണം ഉണ്ട്. 10-12 എണ്ണം ഇതേപോലെ വയ്യാണ്ട് കിടക്കുകയാണ്. ഒരു വെള്ളവും കൊടുക്കാൻ പറ്റുന്നില്ല. എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർ ഛർദ്ദിക്കുക, മഞ്ഞ വെള്ളം ഛർദ്ദിക്കുക. ഡോക്ടർ പറയണത് ആ മീനിൽ നിന്നിട്ട് കിട്ടിയതാണ്. അവർ മീൻ കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടി ഇടുന്നുണ്ട്, അത് പറ്റാണ്ടാണ്, അത് കൂടിപ്പോയി. അത് കാരണം ഇനി ഇവർ രക്ഷപ്പെടില്ല. അവരെ വയറ്റിലുള്ള എല്ലാ ഇതും കേട് വന്നു പോയി. നമുക്ക് നെഞ്ച് പൊട്ടുകയാണ്. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയാണ് നോക്കി ഉണ്ടാക്കിയേക്ക്. ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന ആളെ. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികൾക്കാണ് ഭക്ഷണം വാങ്ങി കൊടുക്കാറ്. ഞാൻ അങ്ങനെ നോക്കണതാണ്. പക്ഷേ ദിവസം 2-3 എണ്ണമൊക്കെ വെച്ചിട്ടാണ് മരിച്ചു പോണത്. ഞാൻ എന്ത് ചെയ്യും? ഈ മിണ്ടാപ്രാണികളുടെ ഇത് കാണാണ്ട വന്നു. ഒരു കുഞ്ഞ ചാളയാണ്, ഒരു വൈപ്പിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന മീനാണൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കണത്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിക്കൊടുന്നത്. കുറേ കഴുകിയതിന് ശേഷമാണ് കൊടുത്തത്. പക്ഷെ അവർ കഴിക്കുകയും ചെയ്തു. ഇപ്പം എല്ലാ പൂച്ചകളും കഴിച്ചു. എനിക്ക് 20 പൂച്ചകളുണ്ട്. 4 ചത്തുപോയി. ഇനിയിപ്പോൾ ഇത് കുറേ പേര് ഇതൊക്കെ എടുക്കണം. നിങ്ങൾ കണ്ടില്ല, ഫോട്ടോയിൽ കിടക്കണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം ഇഞ്ചക്ഷൻ ചെയ്ത ഒരു വയറ്റിലെല്ലാം ചൂണ് പോയി എന്നാണ് പറയണത്, ദ്രവിച്ച് പോയി എന്നാണ് പറയണത്. ഇനി 3-4 എണ്ണം എല്ലാവരും ക്ഷീണം തട്ടി അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കണുണ്ട്. കരിക്കും വെള്ളം എല്ലാം കൊടുത്തു. പക്ഷെ ഒക്കെ ഛർദ്ദിക്കുകയാണ്. എന്ത് വയറ്റിൽ കെട്ടിയാലും ഛർദ്ദിക്കുകയാണ്. ഞാൻ അങ്ങനെ നോക്കി ഉണ്ടാക്കിയാണ് അവരെ. ഡെയിലി 200 രൂപയുടെ ഫുഡൊക്കെയാണ് അവർക്ക് ഞാൻ വാങ്ങിക്കൊടുത്തു. ഞാനൊരു വേറൊരു ഫുഡും കൊടുക്കില്ല. ചിക്കൻ മാത്രം വാങ്ങിക്കൊടുന്ന് നല്ല കഴുകി ഉപ്പിട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞ് അതിൻ്റെ കഷ്ണം മാത്രം കൊടുക്കാറ്. ഡോക്ടർ പറയണ അതൊന്നുമല്ല, അവർക്ക് ഈ മീനിന് സംഭവിച്ചേക്കണതാണ്. പക്ഷെ ഇതേ മീൻ ഞാനും കഴിച്ചു, എനിക്ക് സുഖമില്ലാണ്ടായി. പക്ഷെ നമ്മൾ പിന്നെ മനുഷ്യന്മാരായതുകൊണ്ട് ക്ഷീണത്തിന് അതൊന്നൊക്കെ കഴിച്ച് ക്ഷീണം മാറി. എൻ്റെ പൂച്ചക്കുട്ടികളെല്ലാം 3 എണ്ണമൊക്കെ വെച്ച് മരിച്ചു പോവുകയാണ്. നമ്മളെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഇഞ്ചക്ഷൻ 3 ദിവസം 3 ഇഞ്ചക്ഷൻ വെച്ചിട്ടൊക്കെ ചെയ്തു. പക്ഷേ അവർ രക്ഷയില്ല. മീൻ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി സ്ഥിരം ഞാൻ കൊടുക്കണ ഭക്ഷണമാണ്. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എൻ്റെ മക്കൾക്ക് വേവിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെള്ളം പോലും ഊറ്റിയൊക്കെ വന്നിട്ടൊക്കെയാണ് അത് കൊടുക്കുന്നത്. ശരിക്കുള്ള ചിക്കനാണ് ഞാൻ വാങ്ങിക്കൊടുക്കാറ്. 200-150 രൂപ ചിക്കൻ. ഞാൻ ഒരു വീട്ടു ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ എൻ്റെ മക്കളെ വാടകയും കൊടുത്ത് എൻ്റെ മക്കൾക്കാണ് കൊടുക്കണം. നല്ല പൂച്ചകൾ. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ നേരത് കാണാനായി. മക്കളൊന്നും ഇല്ലാത്ത കാരണം എൻ്റെ മക്കളായിരുന്നു അവർ. അവർക്ക് വയ്യായത് തന്നെയാണ്. വന്ന് വിളിച്ചെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ കണ്ണിൻ്റെ നേരെ കാണാനായില്ല. ഞങ്ങൾ നിൽക്കുമ്പോഴാണ് അവരൊരു വലിയൊരു ഡ്രമ്മ് പോലത്തെ സാധനത്തിൽ നിന്നാണ് ഈ മീൻ വെള്ളത്തിലിട്ട് വെച്ചേക്ക്. ഈ മീൻ കൊണ്ടു കൊടുക്കണം. നമ്മൾ വിചാരിച്ചു നല്ല ഒറിജിനൽ മീനല്ലേ, കുഞ്ഞാളെന്നെ വിചാരിച്ച് വാങ്ങിക്കൊടുത്തു. ഞാനത് വാങ്ങിക്കൊടുക്കാറില്ല. എല്ലാ പൂച്ചക്കുട്ടികളും ഇനി 3-4 എണ്ണം കൂടിയുള്ളൂ. അവരിതൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെ നടക്കണം. വയറുവേദനയും കുറേ ഇളനീര് വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ വയറ്റിലേക്ക് തട്ടുമ്പോഴേക്ക് ഛർദ്ദിച്ച് പോവുകയാണ്. എനിക്കൊരു പരാതി കൊടുക്കാൻ, എനിക്ക് വേറൊരാൾ പോകാനോ പരാതി കൊടുക്കാനോ എന്നിട്ട് പുറത്ത് നടക്കാനായില്ല.
ഞാനും വാങ്ങി കഴിച്ചു. എനിക്കും വയ്യാണ്ടായി. എനിക്ക് ഗ്യാസ് കയറി, വയറുവേദനയും എല്ലാം എനിക്കും ഉണ്ടായി. ഞാൻ പിന്നെ മരുന്നെല്ലാം മേടിച്ച് കഴിച്ച് മാറി. ഇപ്പോഴും എനിക്ക് എൻ്റെ ക്ഷീണം വിട്ടിട്ടില്ല. പ്രാണികളോടൊക്കെ ഇവരിങ്ങനെ ചെയ്യണത്. ഞാൻ കട പോയി കടയുടെ പേരും ഫോട്ടോ ഒക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് കാണിച്ചത്. ഞങ്ങൾ 2 ദിവസം ചോദിക്കാനായി ചെന്ന ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് പോകുന്ന പോലെ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചാലോ വിചാരിക്കും ഇതെല്ലാം കാണുമ്പോൾ. പടച്ചോൻ എന്നെയാണ് വിളിച്ചെങ്കിൽ എനിക്ക് സമാധാനം. ഞാൻ മരിച്ചു പോയാലും വേണ്ടില്ലേ, പ്രാണികളുടെ എൻ്റെ കണ്ണിൻ്റെ നേരെ കാണാനായില്ലേ. ഒരാൾക്ക് പോലും ഞാനൊരു കുട്ടീനെ കൊടുക്കാണ്ട് നോക്കിയിട്ടുണ്ടാക്കിയതാണ്. എൻ്റെ ജോലി ചെയ്തതിൻ്റെ പകുതി പൈസ ഞാൻ അവർക്ക് ചിലവാക്കണതാണ്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മീനിലൊക്കെ കയറ്റിയിട്ട് വന്ന് നമ്മളൊക്കെ കഴിക്കണതല്ലേ, മനുഷ്യന്മാരും കഴിക്കണതല്ലേ, എത്ര കുട്ടികൾ കഴിക്കണത്. നമ്മൾ ഈ ചാളയിൽ കാൽസ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം നമ്മൾ പിള്ളേർക്കൊക്കെ വറുത്ത് കൊടുക്കണത്. ഡോക്ടർ പറഞ്ഞ് വറുത്ത് കഴിച്ചാലും ഇത് നമ്മൾക്ക് സംഭവിക്കും. പക്ഷെ നമ്മുടെ ആരോഗ്യം കൊണ്ട് ഇപ്പം അറിയില്ല. വേറെ വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് കാണിക്കുക എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് പാവങ്ങളിൽ മിണ്ടാപ്രാണികൾ അവർക്കൊന്നും പറയാൻ പോലും അറിയില്ല എന്താണെന്ന്.